This is Henna. Welcome to Henna's English. കഴിഞ്ഞ വീഡിയോയിലെ am, is, are എന്നിവയുടെ അർത്ഥവും അവ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് am, is, are എന്നീ വാക്കുകൾ വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് yes or no ക്വസ്റ്റ്യനും നെഗറ്റീവും ആക്കി മാറ്റാം എന്നുള്ളത് പഠിക്കാം. ആദ്യം എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് എസ് ഓർ നോ ക്വസ്റ്റ്യന്? ഇതൊരു തരം ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നല്ലെങ്കിൽ എസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മോട് ഒരാൾ ചോദിച്ചു, താങ്കൾ ഒരു ഡോക്ടർ ആണോ എന്ന്. ഡോക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, അതെ എന്ന് പറയും. ഡോക്ടർ അല്ലെങ്കിൽ നോ, അല്ല എന്നും പറയും. അപ്പോൾ ഈ ചോദ്യത്തിന് ഒന്നല്ലെങ്കിൽ എസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയിരിക്കും ഉത്തരം. ഇതുപോലെ യെസ് എന്നോ നോ എന്നോ മാത്രം ഉത്തരം വരുന്ന ചോദ്യങ്ങളെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യം ആം വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നതെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം കോൺഫിഡൻറ്റ്. ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള എന്നാണ് അർത്ഥം. ഇനി ഈ സെൻറ്റൻസിനെ എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നതെന്ന് നോക്കാം. ആമിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ആം ഐ കോൺഫിഡൻറ്റ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണോ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അടുത്തത് ഐ ആം റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. ആമിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ആം ഐ റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണോ? ചോദ്യമായിട്ട് മാറി. ഇനി ഈസ് വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഹെർ മദർ ഈസ് എ ടീച്ചർ. അവളുടെ അമ്മ ഒരു ടീച്ചറാണ്. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ, മദർ അമ്മ, ടീച്ചർ അധ്യാപിക. ഇവിടെ ഈസിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, എസ് ഓർ നോ ക്വസ്റ്റ്യന് റെഡിയാകും. ഈസ് ഹെർ മദർ എ ടീച്ചർ, അവളുടെ അമ്മ ഒരു ടീച്ചറാണോ? ചോദ്യമായിട്ട് മാറി. ഇനി അടുത്തത് രാഹുൽ ഈസ് ബിസി. രാഹുൽ തിരക്കിലാണ്. ഈസിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ഈസ് രാഹുൽ ബിസി, രാഹുൽ തിരക്കിലാണോ? ചോദ്യമായിട്ട് മാറി. ഇനി ആറ് വരുന്ന സെൻറ്റൻസുകളെ എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ദേ ആർ റെഡി, അവർ റെഡിയാണ്. അപ്പോൾ ആറിനെ നേരെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ആർ ദേ റെഡി, അവർ റെഡിയാണോ അല്ലെങ്കിൽ അവർ തയ്യാറാണോ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. യു ആർ എ ഡോക്ടർ, നീ ഒരു ഡോക്ടറാണ്. ഇനി ഇതിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. ആറിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ആർ യു എ ഡോക്ടർ, നീ ഒരു ഡോക്ടറാണോ? ചോദ്യമായിട്ട് മാറി. ഈ രീതിയിൽ ആം, ഈസ്, ആറ് ഏതാണോ വന്നിട്ടുള്ളത് അതിനെ നേരെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, എസ് ഓർ നോ ക്വസ്റ്റ്യന് റെഡിയാകും. ഇനി എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കാം. എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ്? അല്ല അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥം വരുന്ന സെൻറ്റൻസുകളെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാണ് അർത്ഥം. ഇനി അല്ല അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ആമിനോട് കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായിട്ട് മാറും. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്, ഞാൻ ഒരു വിദ്യാർത്ഥിയല്ല, നെഗറ്റീവായിട്ട് മാറി. അടുത്ത സെൻറ്റൻസ്. ദാറ്റ് ഈസ് മൈ കാർ, അത് എൻ്റെ കാറാണ്. ഇനി ഈസിനോട് കൂടെ നോട്ട് ചേർക്കുക. ദാറ്റ് ഈസ് നോട്ട് മൈ കാർ, അത് എൻ്റെ കാറല്ല, നെഗറ്റീവായിട്ട് മാറി. ഇനി ഈസ് നോട്ടിനെ ചുരുക്കിയിട്ട് ഈസിൻ്റെ എന്ന് പറയാം. ദാറ്റ് ഈസ് നോട്ട് മൈ കാർ എന്നും പറയാം, ദാറ്റ് ഈസിൻ്റെ മൈ കാർ എന്നും പറയാം. രണ്ട് രീതിയും ശരിയാണ്. അടുത്ത സെൻറ്റൻസ്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവർ എൻ്റെ കൂട്ടുകാരാണ്. ആറിനോട് കൂടെ നോട്ട് ചേർക്കുക. ദേ ആർ നോട്ട് മൈ ഫ്രണ്ട്സ്, അവർ എൻ്റെ കൂട്ടുകാരല്ല. ആർ നോട്ടിനെ ചുരുക്കിയിട്ട് ആറിൻ്റെ എന്നും പറയാം. ദേ ആർ നോട്ട് മൈ ഫ്രണ്ട്സ് എന്നും പറയാം, ദേ ആറിൻ്റെ മൈ ഫ്രണ്ട്സ് എന്നും പറയാം. രണ്ട് രീതിയും ശരിയാണ്. ഈ രീതിയിൽ ആം, ഈസ്, ആറ് എന്നിവയുടെ കൂടെ നോട്ട് ചേർത്താൽ പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറും. ഇനി എങ്ങനെയാണ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചത് പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിനെ എങ്ങനെയാണ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നതെന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഈസ് ദിസ് യുവർ ഫോൺ, ഇത് നിൻ്റെ ഫോണാണോ? ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവുമാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നതെന്ന് നോക്കാം. ഈസിനോട് കൂടെ നോട്ട് ചേർത്താൽ മതി. ഈസ് നോട്ട്, അതിനെ ചുരുക്കിയിട്ട് ഈസിൻ്റെ എന്ന് പറയാം. ഈസിൻ്റെ ദിസ് യുവർ ഫോൺ, ഇത് നിൻ്റെ ഫോൺ അല്ലേ? അല്ലേ എന്നാണ് അർത്ഥം വരുന്നത്. പോസിറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത്
ഇത് നിൻ്റെ ഫോൺ ആണോ എന്നാണ് അർത്ഥം വരുന്നത്. നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇത് നിൻ്റെ ഫോൺ അല്ലേ എന്നുമാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ആർ ദ യുവർ നൈബേഴ്സ്? അവർ നിൻ്റെ അയൽവാസികൾ ആണോ? ഇതിനെ എങ്ങനെയാണ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നത്? ആറിനോട് കൂടെ നോട്ട് ചേർക്കുക. ആറ് നോട്ടിനെ ചുരുക്കിയിട്ട് ആറിൻ്റെ എന്ന് പറയാം. ആറിൻ്റെ ദ യുവർ നൈബേഴ്സ്? അവർ നിൻ്റെ അയൽവാസികൾ അല്ലേ? അല്ലേ എന്നാണ് അർത്ഥം വരുന്നത് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യനായി. ഇനി അടുത്തത് ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഈ സെൻറ്റൻസിൽ നോട്ട് ചേർക്കുക. ആം ഐ നോട്ട് റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാണ് അർത്ഥം വരിക. ആം വരുന്ന സെൻറ്റൻസുകളെ ഈ രീതിയിലാണ് നെഗറ്റീവ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. ആം, ഈസ്, ആർ എന്നിവയുടെ ഉപയോഗം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.